ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതഗുരുനാമാവലിയിലെ 23ഉം 24ഉം മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ ലഘുവിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ഇപ്രകാരമാണ്: അന്നമയാദികോശവിലക്ഷണായ നമഃ. വർണ്ണാശ്രമാദ്യാചാരവ്യവഹാരപരാങ്മുഖായ നമഃ. മന്ത്രം 23 ഓം അന്നമയാദി കോശവിലക്ഷണായ നമഃ. അതായത് അന്നമയം തുടങ്ങി 5 കോശങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മഹാഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. വിലക്ഷണായ നമഃ എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ട അല്ലെങ്കിൽ വിഭിന്നനായ, വേറിട്ട് നിൽക്കുന്ന എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ഇവിടെ നമ്മൾക്ക് അന്നമയാദി കോശം, അപ്പം ഈ നമ്മൾക്ക് 5 കോശങ്ങളുള്ളതായിട്ട് അറിയാം അല്ലേ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട്, അതായത് ഇതൊന്നും ബാധിക്കാതെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന പരമാത്മ ചൈതന്യനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. 5 കോശങ്ങൾ നമ്മൾക്കുള്ള ഏതൊക്കെയാണ്? അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇതാണ് നമ്മൾക്ക് 5 കോശങ്ങളായിട്ടുള്ളത്. അപ്പം ഈ 5 കോശം എന്ന് പറഞ്ഞാൽ ഒരു ആവരണം, ഉറ എന്നേ അർത്ഥമുള്ളൂ. അപ്പം സത്യത്തിൽ ഈ കോശങ്ങളെല്ലാം എന്താണ്? ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ ആവരണം ചെയ്തിരിക്കുന്ന അവയാണ് കോശങ്ങൾ. അപ്പം ചൈതന്യത്തെ വ്യക്തമായിട്ട് നമ്മൾക്കൊക്കെ അറിയാൻ സാധിക്കാത്തത് മറ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ. അപ്പം അതിലാദ്യമായിട്ട് വരുന്നത്, ഏറ്റവും പുറമേ ഉള്ള ഒരു ഉറയായിട്ട് വരുന്നത് അന്നമയ കോശമാണ്. അന്നമയം. അപ്പം അന്നമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥൂല ശരീരം, മാംസാസ്ഥ്യമയമായ ശരീരത്തെയാണ് പറയുന്നത്. അതായത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടിയിരിക്കുന്ന ഈ സ്ഥൂല ശരീരം. അപ്പം അതിന് നമ്മൾ അന്നവും മറ്റുമൊക്കെ കൊടുത്ത് പോഷിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മളതിനെ. പിന്നീടുള്ളത് അന്നമയം, പ്രാണമയം. പ്രാണൻ എന്ന് പറയുമ്പോൾ ആ പ്രാണനാണ്, അതായത് നമ്മുടെ ശരീരത്തിൽ പഞ്ചവായുക്കളും ഉണ്ടല്ലോ, ആ പ്രാണനാണ് നമ്മൾക്ക് ശക്തി പകർന്നു തരുന്നത്. കർമ്മേന്ദ്രിയങ്ങളെ ഓരോന്നിനെയും പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ഈ പ്രാണങ്ങളാണ്. അപ്പോൾ ആ പ്രാണൻ്റെ ഒരു സഞ്ചാര മേഖലയാണ് പ്രാണമയ കോശം എന്ന് നമ്മൾക്ക് പറയാം. ഈ ഓരോ കോശങ്ങളും ഓരോന്നിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ അടുത്തത് പ്രാണമയ കോശത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മൾക്ക് കാണുന്നത് മനോമയ കോശമാണ്, മൂന്നാമത്തേതായ മനോമയ കോശം. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം മനസ്സിൻ്റെ പ്രക്രിയകൾ നമ്മൾക്കറിയാം. സങ്കല്പങ്ങളും ഓരോന്നും സങ്കല്പിച്ച് നമ്മളെ കൊണ്ടത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് പ്രവർത്തിക്കുന്നത് നമ്മൾക്കറിയാം. അപ്പം മനസ്സിൻ്റെ പ്രക്രിയ അങ്ങനെ വരുമ്പോൾ നമ്മൾക്കത് പലതരത്തിലുള്ള ഭ്രമങ്ങളുണ്ടാക്കുന്നതും നമ്മൾ രാഗദ്വേഷാദി ഷഡ്വൈരികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അത് പ്രാണമയ കോശം എന്ന് പറയുന്നു. ഈ പ്രാണമയ കോശം കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ വിജ്ഞാനമയ കോശമാണ്. വിജ്ഞാനമയത്തിൽ
നമ്മളിതോ ഓരോന്നും നമ്മളുടെ പ്രവർത്തികൾ ഓരോന്നും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതചക്രം ഇങ്ങനെ തിരിയുന്നതിനൊക്കെ ബോധം വേണം, അല്ലേ? ബോധമാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ബോധമില്ലെങ്കിൽ പിന്നെ ഈ പ്രവർത്തനങ്ങളൊന്നും നടക്കുകയില്ല. അപ്പോൾ ആ ബോധത്തെ പ്രദാനം ചെയ്യുന്നത്, അതായത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ, ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ബോധത്തെ പ്രദാനം ചെയ്യുന്നത് വിജ്ഞാനമയ കോശമാണ്. അപ്പോൾ അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളോട് ചേർന്ന് ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവർത്തന സജ്ജമാകുന്നത്. അപ്പം വീണ്ടും നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കാണാവുന്നത് ആനന്ദമയ കോശമാണ്, 5ാമത്തെ കോശം. അപ്പോൾ ആനന്ദമയ കോശത്തിൽ എന്താണ്? നമ്മൾ ശരിക്കും ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ, അല്ലേ? അതാണ് ശരിക്കും ആനന്ദമയ കോശം. അപ്പം നമ്മളെപ്പോഴാണ് ആനന്ദം അനുഭവിക്കുന്നത്? നമ്മൾ എപ്പോഴും സംസാര സമുദ്രത്തിലാണ്, അവിടെ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്, അതിനക്കരെ കടക്കാനായിട്ടുള്ള ശ്രമമാണ്, ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാര താപത്താൽ വിഷമിച്ചിരിക്കുന്ന നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളില്ല എന്ന് മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ ഈ ആനന്ദം നമ്മൾ ഇന്ന് നിത്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. അതെപ്പോഴാണ് നമ്മളത് അനുഭവിക്കുന്നത്? നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, നല്ല ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, അയ്യോ ഞാൻ നന്നായിട്ട് ഉറങ്ങി ഇന്നലെ എന്നല്ലേ. അപ്പോൾ ആ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉറങ്ങുന്ന അവസ്ഥയിൽ, നമ്മളൊന്നും അറിയാതെ ഉറങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നില്ല, അതാണ് അവിടെ കുഴപ്പം. അപ്പോൾ ആ ആനന്ദം നൽകുന്ന ഈ ആനന്ദമയ കോശമാണ്. അതായത് നമ്മൾ ഒന്നും അറിയാതെ ഉറങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ ആ ചൈതന്യത്തോട്, നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചൈതന്യത്തോട് ചേർന്ന് ആനന്ദം ആസ്വദിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സ്ഥൂലം സൂക്ഷ്മം ഒക്കെ കടന്ന് പിന്നെ വരുന്ന കാരണം, അവിടെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയിട്ട് നമ്മൾ ഈ ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 5 തരം വ്യത്യസ്തമായ കോശങ്ങളിൽ നിന്ന്, അതായത് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നനായി, ഇതൊന്നും ഏശാതെ വിഭിന്നനായി നിൽക്കുന്ന ഒരു ചൈതന്യം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. നമ്മൾക്ക് നന്നായിട്ട്, അതായത് പരബ്രഹ്മസ്വരൂപിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചൈതന്യം തന്നെയാണ്. അപ്പോൾ ആ ചൈതന്യത്തിന് ഇതൊന്നും യേശുന്നില്ല, ഈ കോശാദികളൊന്നും യേശുന്നില്ല. അപ്പോൾ അതിനെല്ലാം അപ്പുറത്ത് ചൈതന്യവത്തായി നിൽക്കുന്ന ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. 24ാമത്തെ മന്ത്രം പറയുന്നത് ഓം വർണ്ണാശ്രമാദ്യാചാര വ്യവഹാര പരാങ്മുഖായ നമഃ എന്നാണ് 24 പറയുന്നത്. അപ്പോൾ ഇവിടെ അതായത് വർണ്ണാശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ വർണ്ണമാശ്രമം തുടങ്ങിയ ആചാരങ്ങളിൽ നിന്ന്, ആചാരവ്യവഹാരങ്ങളിൽ നിന്ന് പരാങ്മുഖനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പം പരാങ്മുഖൻ എന്ന് പറയുമ്പോൾ മുഖം തിരിച്ചവൻ എന്നാണ്. അപ്പം അങ്ങനെ ആയിട്ടുള്ള ഇതിൽ നിന്നെല്ലാം മുഖം തിരിച്ചവൻ, അതായത് ഇതിനെയൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത, ഇതൊക്കെ അനാചാരങ്ങളാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, സമൂഹത്തിൽ ശ്രീനാരായണ പരമഹംസദേവൻ്റെ അവതാര സമയത്ത് ഇവിടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നെന്നുള്ളത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് നമ്മൾക്കൊട്ടും ആചരിച്ചു പോകുവാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നടന്നിരുന്നതിൽ ഒന്ന് തന്നെയാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്ന് പറയുന്നതൊക്കെ. അതായത് വർണ്ണങ്ങൾ, അതായത് മനുഷ്യനെ തന്നെ
എന്താണ് ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നുമൊക്കെ വേർതിരിച്ച് വർണ്ണങ്ങളാക്കി തരംതിരിച്ച് പോന്നിരുന്ന ആ ഒരു സമയം. അപ്പം അതെല്ലാം ഓരോ വർണ്ണങ്ങൾക്കും ഓരോ പ്രത്യേക ജോലികൾ ആണെന്നും ഒക്കെ നിശ്ചയിച്ച് വെച്ചിരുന്ന ആ ഒരു സമയം. ഇപ്പം ബ്രാഹ്മണനെ സംബന്ധിച്ച് പഠനവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ക്ഷത്രിയനാണെങ്കിൽ ക്ഷാത്രകർമ്മങ്ങൾ, അതായത് മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കുന്ന ഒരു ജോലി. അത് കഴിഞ്ഞിട്ട് വൈശ്യന് വരുമ്പോൾ എന്താണ്, വ്യാപാരവും അങ്ങനെയുള്ള കച്ചവടവും ഒക്കെയാണ്. ശൂദ്രന് വരുമ്പോൾ അത് മറ്റുള്ളവരെ പരിചരിക്കുന്ന ആളുകളായിട്ടാണ് ശൂദ്രനെ കണക്കാക്കിയിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ വ്യവസ്ഥ, അങ്ങനെയൊക്കെ വ്യവസ്ഥിതി മനുഷ്യനെ അങ്ങനെയൊക്കെ വേർതിരിച്ച് നിർത്തിയിരുന്നതിൽ നിന്നൊക്കെ അതിനോടൊന്നും യോജിപ്പില്ലാതിരുന്ന ഗുരുവാണ്. അതുപോലെ ആശ്രമധർമ്മങ്ങൾ നമ്മൾക്കറിയാവുന്ന ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഇവകളൊക്കെയാണ്. അപ്പം ബ്രഹ്മചര്യം വിദ്യാഭ്യാസ സമയവും, ഗാർഹസ്ഥ്യം നമ്മൾക്കറിയാം വിവാഹിതരായ കുടുംബജീവിതം നയിക്കുന്ന ഒരവസ്ഥ. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ഗാർഹസ്ഥ്യ ജീവിതം നയിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ തീർത്ത് മക്കളെയൊക്കെ സെറ്റിലാക്കി കഴിഞ്ഞ് ഉള്ള സമയത്ത് വേണമെങ്കിൽ നമ്മൾക്ക് വാനപ്രസ്ഥത്തിലേക്ക് കടക്കാം. അതായത് ഏകാന്തമായിട്ടുള്ള ഒരു ജീവിതം, ഈശ്വരവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ജീവിതം അങ്ങനെ വേണമെങ്കിൽ ആകാം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അതും പറ്റാത്തവർക്ക് വേണമെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ സന്യാസത്തിലേക്ക് കടക്കാം. അപ്പോൾ സന്യാസം എന്ന് പറയുമ്പോൾ എന്താണ്, സന്യാസത്തിന് ഗുരു തന്നിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ച് തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, സകലവും ത്യജിച്ചിട്ട് പരോപകാരിയായിട്ട് കർമ്മം ചെയ്യുന്ന ഒരാൾ, ആ ആളാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പം ഗുരുവിന് ഇതൊന്നും പ്രാധാന്യമുള്ള ഒന്നും ആയിരുന്നില്ല. അപ്പം ഗുരുവിനെ പോലെയുള്ള ജ്ഞാനി എന്ന് പറയുമ്പോൾ, അതായത് സർവജ്ഞനായിരിക്കുന്ന ഗുരുവിന് ഈ വർണ്ണാശ്രമങ്ങളോ ഇതൊന്നും പ്രാധാന്യമുള്ള ഒന്നായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പം ഗുരു എല്ലാത്തിനെയും, അതായത് വർണ്ണാശ്രമ നിയമങ്ങളിൽ നിന്ന് മുഖം തിരിച്ചവനാണ്. അപ്പം അതിലൊന്നും കഥയില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഗുരു അതിനൊന്നും യാതൊരു പ്രാധാന്യവും നൽകാതെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ചരിച്ചിരുന്ന ഗുരു. അപ്പം ഇങ്ങനെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ അനാചാരങ്ങളെയെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് അവയെല്ലാം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഗുരുവാണ്. അപ്പം അവിടെ നമ്മൾക്കറിയാം മാനവരാശിയെ അതായത് മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ച ഗുരുവാണ്. അപ്പോൾ അനേക ലക്ഷം ആളുകളെ ശരിക്കും എന്താണ് ഈ അനാചാരങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ട് ഗുരു എങ്ങോട്ടാണ് നയിച്ചത്? ഗുരു അവരെയൊക്കെ നയിച്ചത് ആത്മബോധത്തിലേക്കാണ്. ആത്മബോധം അവർക്കുണ്ടായി വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം പരിശ്രമിച്ച ഒരു ഗുരു. അപ്പം ഗുരു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതായത് ഇതിനോടെല്ലാം ഒട്ടിച്ചേർന്നൊന്നും ഇതെല്ലാം സത്യമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ആചരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബുദ്ധിയോടുകൂടി പോകുന്ന ഒരാളുകൾക്ക് ഇതെല്ലാം അനാചാരങ്ങളായിട്ട് തോന്നുകയില്ല. അപ്പം അങ്ങനെ സമൂഹത്തിൽ ആകമാനം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മനുഷ്യരെ ജീവിതത്തിൽ അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ഓടി നടക്കുമ്പോൾ ആ ഒപ്പം തന്നെ അവർക്ക് ഈശ്വരവിശ്വാസവും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഗുരു. അപ്പം അങ്ങനെയുള്ള ഗുരു ഇതിനോടൊക്കെ പരാങ്മുഖനായിട്ടിരുന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഈ വർണ്ണാശ്രമാദ്യാചാരങ്ങളോട് പരാങ്മുഖനായിരുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നതായിട്ടാണ് ചൈതന്യസ്വാമികൾ ഈ മന്ത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെയായിട്ടുള്ള ഈ രണ്ട് മന്ത്രങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓം അന്നമയാദി കോശവിലക്ഷണായ നമഃ, ഓം വർണ്ണാശ്രമാദ്യാചാര വ്യവഹാര പരാങ്മുഖായ നമഃ. അങ്ങനെയുള്ള
മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.